നടത്തുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു സയന്റിഫിക് ടെമ്പർ സെന്റേഴ്സ് നമ്മൾ കേരളത്തിൽ ആരംഭിക്കും. അതുപോലെ കേരള ഓപ്പൺ ആക്സസ് ജേർണൽ പ്ലാറ്റ്ഫോം, ജേർണൽസ് കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അത് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിസർച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കേരളത്തിൽ തന്നെയുള്ള നാഷണൽ സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും ഉള്ള ഓപ്പൺ ആക്സസ് ജേർണൽ പ്ലാറ്റ്ഫോംസ് റിസർച്ചിനെ കുറച്ചുകൂടി അതിന്റെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കൂടിയിട്ടാണ്. അതുപോലെ സംസ്ഥാനത്തിന്റെ അടിയന്തര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ ഗവേഷണങ്ങൾ നടക്കുന്നതിന്റെ ഗുണം നമ്മുടെ സ്റ്റേറ്റിനും കിട്ടുന്നത്. ഇപ്പൊ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഗവേഷണത്തിന്റെ ബലം കൂടി കിട്ടണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവേഷണം നടത്തുന്നതിനായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ചാലഞ്ച് എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. സാലറി ചാലഞ്ചിന് പകരം. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് വിദ്യാഭ്യാസ രംഗത്ത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോകം മാറുന്നതനുസരിച്ചുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു 90% മാർക്ക് കിട്ടിയാൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. പല കോഴ്സുകളും പല സിലബസും കരിക്കുലവും ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളത് പഠിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയി 40-50 ലക്ഷം രൂപ മുടക്കി ഈ പ്രോഗ്രാമുകൾക്ക് പഠിക്കാൻ പോകുന്നത്. കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, ജർമ്മനിയിൽ, UK യിലെല്ലാം പോകുന്നത്. അവിടെ പോയി അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് വാച്ച് ചെയ്യും. അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ ആരംഭിക്കും. വിദേശ സർവകലാശാലകളുമായി എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള പദ്ധതികൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, അതാണ് ന്യൂജൻ കരിക്കുലം എന്നുള്ള വാക്കുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്. പുതിയ കാലത്തെ കോഴ്സുകൾ, പുതിയ കാലത്തെ, പിന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആകെ കുഴപ്പമാണ്. അതെല്ലാം മാറ്റി യൂണിവേഴ്സിറ്റികൾ അക്കാഡമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റണം. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലമല്ല. ജീവനക്കാരുടെയും അധ്യാപകരുടെയും സർവീസ് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതല്ല സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്കാഡമിക് സിൻഡിക്കേറ്റ് പക്കായിരിക്കും. അക്കാഡമിക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കരിക്കുലം ചേഞ്ചും ഈ കോഴ്സിന്റെ റീസ്ട്രക്ചറും ഇന്നോവേഷൻസും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടികളും ഒന്നും നടക്കില്ല. അപ്പൊ അക്കാഡമിക് സിൻഡിക്കേറ്റ് അത് നമുക്ക് ലോകത്തെ ഓരോ രംഗങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ക്ഷണിക്കാം. അത്തരം ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു വളരെ വിശാലമായ തോതിലേക്ക് ചെയ്യാം. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൊഴിൽ കഴിഞ്ഞാൽ അവർക്ക് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കിട്ടണം. അവർക്ക് ഒന്നുകിൽ തൊഴിൽ കിട്ടണം, അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി കൂടി അടുത്ത ദിവസം നമ്മൾ പ്രഖ്യാപിക്കും. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രഖ്യാപിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും എല്ലാം ഈ കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സപ്പോർട്ട്. ഇപ്പൊ 10 വർഷമായിട്ട് അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് ഒരു പുതിയ കോഴ്സ് പോലും തുടങ്ങാൻ അനുവദിച്ചിട്ടില്ല. 10 വർഷം എന്ന് പറയുന്നത് ഇന്ന് എത്രയും ദീർഘമായ കാലയളവാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്ത്, വളരെ വേഗത്തിൽ അറിവുകൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് 10 വർഷമായിട്ട് പുതിയ കോഴ്സുകൾ പോലും അനുവദിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്ര ഔട്ട്ഡേറ്റഡ് ആണ്, എത്ര കാലഹരണപ്പെട്ടതാണ് എന്നറിയാം. അപ്പൊ ഈ കാലഹരണപ്പെട്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളുമായി പുതിയ കാലത്തിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അക്കാഡമിക് കാര്യങ്ങളിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. അക്കാഡമിക് കാര്യങ്ങളിലും റിസർച്ചിലും നമ്മുടെ പ്രോഗ്രാമുകളിലും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നമ്മൾ വയ്ക്കുന്നത്. സമഗ്രമായ മാറ്റം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നും ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റാൻ കഴിയുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.